നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ മോളെ രമ്യ വേഗം വെള്ളം കൊണ്ടുവാ. ലക്ഷ്മി ഗ്ലാസ് എടുക്ക. ഇതാ ഇത് കുടിക്ക് കുടിക്ക്. ദേ വരുന്നു. മോളെവിടെ? എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നുള്ള വിചാരം നിങ്ങളുടെ മുഖ പണ്ടേ ഇല്ലല്ലോ. അവള് വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. നിങ്ങൾ കഴിക്കും മനുഷ്യ. നീ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. നിങ്ങൾ അവന്റെ വെക്കട്ട് കേറണ്ട. മിണ്ടാതിരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. ഓ ആ ചപ്പാത്തി കിടക്കണേ. നീ എടുക്ക. കറണ്ടും പോയല്ലോ. രുക്മിണി നീ ആ എമർജൻസി ലാമ്പൊന്ന് കത്തിച്ചേ. കഷ്ടം തന്നെ കറണ്ട് പോകാൻ കണ്ട സമയം. അവിടോട്ട് പോയി. നീ അപ്പുറത്തെ വീട്ടില് കറണ്ട് ഉണ്ടോ നോക്കും മോനെ. എന്താടാ? അച്ഛാ എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട്, നമുക്ക് മാത്രം കറണ്ട് ഇല്ലാത്ത. ആ നീ ഒരു കാര്യം ചെയ്, ആ മെയിൻ സ്വിച്ചിന്റെ അടുത്ത് പോയി നോക്ക്. ഫീസ് വല്ലതും പോയതായിരിക്കും. ഫ്യൂസ് പോയതല്ല, ഞാൻ ഊരിയതാ. രമ്യ എന്ത് പണി ഈ രാത്രി കാണിക്കുന്നേ? പറയാം. നീ ഇപ്പൊ പുറത്തേക്ക് നോക്കിട്ട് പറഞ്ഞില്ലേ നമ്മുടെ വീടൊഴികെ എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ടെന്ന്. നീ ഒന്നുകൂടി ചെന്ന് നോക്കിക്കേ എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ടോന്ന്. വിശന്നിട്ടും മനുഷ്യന്റെ കൊടല് കരിയുമ്പോഴാ രമ്യയുടെ ഒരു തമാശ. വിശന്ന് നിന്റെ കൊടല് കരിഞ്ഞ് കത്തട്ടെ. രാജുവിന്റെ വീട്ടില് കരണ്ട് വരാതെ ഇവിടെ ഒരാളും പച്ചവെള്ളം കുടിക്കാന്ന് കരുതണ്ട. അല്ല അതിന് രാജുവിന്റെ വീട്ടിലെ കറണ്ടിന് എന്ത് പറ്റി? ആ അതച്ഛൻ അമ്മയോട് ചോദിക്കും. രുക്കു നീ പിന്നെ ഫീസ് ഊരിയോ? ആ ഊരി. കേട്ടല്ലോ, രമ്യ പറയുന്നേ ആ വീട്ടില് കരണ്ട് വരാതെ ഈ വീട്ടിലും കരണ്ട് വരാൻ പോണില്ല. ആരും ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കാനും പോണില്ല. രാധമ്മേ. ആ രമ്യ മോളോ, എന്താ മോളെ കയ്യില്? അമ്മ കുറച്ച് ചിക്കൻ കറി തന്നു വിട്ടത്. ആണോ? അതുകൊള്ളല്ലോ. ഇങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ. രാജുവിന് എന്താ ഇന്നൊരു പ്രത്യേകത? രാജു ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നുന്നു. നല്ല മണം. അതെ ഋതിക മേഡം, നല്ല നാടൻ ചിക്കൻ കറി. വേഗം വാ, ചൂടോടെ കഴിക്കാം. ദേമേ ഇതും കൂടി ഒന്ന് വിളമ്പേക്കണേ. അവിടെ വെക്ക്. ഇവളെന്താ ഇവിടെ? ഇവക്കെന്താ രാജുവിന്റെ വീട്ടിൽ കാര്യം? ഞാൻ കൊണ്ടുവന്ന ചിക്കൻ കറി ഇനി ഇവിടെ തീറ്റിക്കേണ്ടി വരൂ. ഋതിക, ഇത് രമ്യ, ഞങ്ങളുടെ ഹൗസ് ഓണറിന്റെ മകളാ. നീ രമ്യ സാനിയുടെ വിവാഹത്തിന് കണ്ടിരിക്കുമല്ലോ അല്ലേ? ആ മതി മതി, എല്ലാവരും ഇരിക്കെ. മോൾക്ക് വീട്ടിൽ പോകാനുള്ളതാ. ഇരിക്കെ. നീ ഇരിക്കെ മോളെ, ഇരിക്കെ.
കൂടി ചതി വേണമായിരുന്നോ? അല്ല, രാധമ്മ എന്താ ഇരിക്കാത്തത്? അത് പിന്നെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം മോളെ. മക്കള് കഴിക്കേ. അമ്മയ്ക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാന്ന് തോന്നുന്നു. മോനെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയമ്മേ? അമ്മയ്ക്ക് സ്നേഹത്തോടെ ഈ രാജമോന്റെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ്. കൂടുതൽ സ്നേഹത്തോടെ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അമ്മയ്ക്കൊരു വാ ചോറ്. ഒന്ന് കഴിച്ചേ. ഇനി ഇതിനും കൂടി ഒരു വായ. മതി മതി, നീ കഴിക്കേ. ഇതും കൂടി. മതി മോളെ. ഒരു വായ കൂടി, ഒരു വായ കൂടി. കഴിച്ചേ. എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല രാധമ്മേ, ഞാൻ ആലോചിക്കായിരുന്നു, ഏറ്റവും വലിയ സമ്പന്നതയിൽ ജീവിക്കുന്നു എന്നുള്ളതിലല്ല, ചുറ്റുപാടും സ്നേഹമുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നതാ ഭാഗ്യം. അതാണ് പുണ്യം. എന്റെ വീട്ടില് എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ വീട്ടില് ശരിക്കും എന്താണ് ഇല്ലാത്തതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അയ്യോ മോളെ, ചോദിക്കാൻ മറന്നുപോയി. മോള് കഴിച്ചായിരുന്നോ? ഭാഗ്യം, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ഞാൻ കഴിച്ചതാ. ആ, അയ്യോ മോളെ, ഞാനേ കുടിക്കാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. എന്റെ പൊന്നു മോളല്ലേ, അടുക്കളേന്നേ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരുവോ? ഇനി അതായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? കൊടുക്ക. ഏയ് വേണ്ട രാധമ്മ, മതി. കഴിക്കും മാഡം. അയ്യോ മോളെ, രമ്യ വേഗം വെള്ളം കൊണ്ടുവാ. ലക്ഷ്മി ഗ്ലാസ് എടുക്ക. ഇതാ ഇത് കുടിക്ക് കുടിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.